ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് പാനിപൂരി വീട്ടിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പം നമുക്ക് അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പാനിപൂരി ബോൾസ് അത് ഞാൻ കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് മേടിച്ചത്. ഇല, പുതിനയില, പിന്നെ ഞാൻ കുറച്ച് ശർക്കര അത് പാനിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വാളംപുളി വെള്ളത്തിലിട്ടിട്ട് അത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 പൊട്ടറ്റോ പുഴുങ്ങിയിട്ട് അത് ഉടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറുത്ത കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സവാള, പിന്നെ ഒരു നാരങ്ങ, പിന്നെ കുറച്ച് ഇഞ്ചി, പിന്നെ കുറച്ച് ജീരകപ്പൊടി, മുളക് പൊടി. അത് ഞാൻ നമ്മുടെ ഘാട്ടിയൊക്കെ മേടിക്കില്ലേ, ഇപ്പം ആ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു മിക്സ്ചർ പോലത്തെ ഒരു സംഭവമാണ്. പിന്നെ നമുക്ക് ചാറ്റ് മസാല, അതാണ് കൂടുതലും നമുക്ക് ഇതിനൊരു ഫ്ലേവർ വരണം. അപ്പം നമുക്ക് ഇതിന് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഗ്യാസ് വെച്ചിട്ട് കൊടുക്കാം. ഇത് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ഇത് വറുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ചട്ടി ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ ബോൾസ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 പൊട്ടറ്റോ തൊലി കളഞ്ഞിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ച് ഉടച്ച് വെച്ചേക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറുത്ത കടല ഇട്ട് കൊടുക്കാം, വാഴ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് നമ്മുടെ ചെറിയ ജീരകത്തിന്റെ പൊടി അതും ഇത്രയും ചേർത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പൊ ഇതിലേക്ക് കുറച്ച് ചാറ്റ് മസാല കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്കിവിടെ മിക്സിങ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള പാനി ഉണ്ടാക്കിയെടുക്കാം. അടുത്തായിട്ട് നമുക്കിനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പച്ച കളറിൽ കിട്ടുന്ന ഒരു പാനിയില് അത് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടി നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിലേക്ക് കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞ് വെച്ച് കൊടുക്കാം. ഇതിന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ട് അരച്ചിട്ട് കൊണ്ടുവരാം. കാര്യം പറയാൻ മറന്നുപോയി, അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണ കാര്യം ഞാൻ പറയാൻ മറന്നിട്ടുള്ളൂ. ഇത് നല്ല അപ്പൊ നമുക്ക് ഈ ഒരു ഗ്രീൻ കളറിലുള്ള പാനി റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഈ ഒരു പാനി നല്ലതുപോലെ അരിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് ജീരകത്തിന്റെ പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് ചാറ്റ് മസാല ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമുക്ക് ഈ ഒരു ഗ്രീൻ കളറിലുള്ള ഒരു പാനി റെഡി ആയിട്ടുണ്ട്. ഉപ്പും എരിവും എല്ലാം കറക്റ്റാണ്. ഇത് ഇപ്പം നമുക്ക് മാറ്റി വെക്കാം. അടുത്തായി നമുക്ക് ആ കട്ടാമിട്ട പാനി എന്ന് പറയുന്ന ആ ഒരു ബ്ലാക്ക് കളറിലുള്ള പാനി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പുളിവെള്ളം ഓൾറെഡി കലക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ശർക്കര ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അത് മതിയാവും. ഇനി അതിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ സെയിം പോലെ തന്നെ ഉപ്പിന് ശേഷം അതിലേക്ക് കുറച്ച് ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നേരത്തെ മറ്റേ ആ പാനിയിലുണ്ടാക്കിയ സെയിം ഇൻഗ്രീഡിയന്റ് തന്നെ എല്ലാം ഇട്ട് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് കുറച്ച് ചാറ്റ് മസാല ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് കഴിക്കണമെന്ന് നോക്കാം. ഇതൊന്നും നമുക്കിതിലേക്ക് കുറച്ച് ഫില്ലിങ് ആദ്യം എടുത്ത് വെക്കാം. ഓക്കെ, ഇതിനുശേഷം നമുക്ക് കുറച്ച് കട്ടാമിട്ട പാനി അത് ഒഴിച്ചു കൊടുക്കാം. രണ്ടിന്റെ ഫ്ലേവർ ഒരേപോലെ ഇഷ്ടമല്ലെങ്കിൽ ഇത് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഇതും കൂടി ഫില്ല് ചെയ്തിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം. സാധാരണ നമുക്ക് പാനിപൂരി പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ പുറത്ത് കൊണ്ടുപോയി പാനിപൂരി മേടിച്ചു കൊടുക്കാൻ നമുക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്ത് പിള്ളേർക്ക് ധൈര്യമായിട്ട് കൊടുക്കുകയും ചെയ്യാം. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെയാണെന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.